കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഗവർണറുടെ വേറിട്ട പ്രതിഷേധമാണ് ഇപ്പോൾ കൊല്ലം നിലമേലിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവിടെ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. SFI പ്രവർത്തകർക്ക് നേരെ കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങളെ എങ്ങനെ കാണുന്നു? ഗവർണർ പദവി പോലെ ഈ രാജ്യത്ത് ഭരണഘടനാപരമായി ഏറെ ഔന്നത്യമുള്ള ഒരു പദവിയെ എങ്ങനെ ലോക്കലാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഇരിക്കുന്ന പദവി എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അംഗീകാരം എന്തൊക്കെയാണ് എന്ന് എപ്പോഴെങ്കിലും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള അല്പത്തരങ്ങൾ കാണിക്കില്ല. കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനാധിപത്യപരമായ ഒരു അവകാശമാണ്. അത് കാണിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ഇപ്പോ അതിനോടൊക്കെ ഇത്ര അസഹിഷ്ണുത, ഈ അസഹിഷ്ണുതയ്ക്ക് തുടക്കം കുറിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രത്യേകമായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നിപ്പോ സമരം ചെയ്ത SFIക്കാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രകടനം കാണിക്കുമ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാർ കാണിച്ചപ്പോ കേരളത്തിൽ കല്യാശ്ശേരി മുതൽ കാട്ടാക്കട വരെ തെരുവിൽ അക്രമവുമായി, വടിവാളുമായി, വാക്കത്തിയുമായി, കുറുവടിയുമായി നേരിട്ട ആളുകളാണ് നിങ്ങൾ. എങ്കിൽ പോലും നിങ്ങളുടെ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായ അവകാശത്തോട് ഐക്യപ്പെടുവാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കരിങ്കൊടികളോടും പ്രതിഷേധങ്ങളോടുമുള്ള അസഹിഷ്ണുത, അസ്വസ്ഥത, അത് ഫാഷിസമാണ്. ആ ഫാഷിസം ആര് കാണിച്ചാലും, പിണറായി വിജയൻ കാണിച്ചാലും ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചാലും അത് അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഫാഷിസവും തന്നെയാണ്. കേരളത്തിന്റെ ഗവർണറെ ഇത്രയും അല്പത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടാനുള്ള ആർജവം കേരള സർക്കാർ കാണിക്കണം. കാരണം കേരളം അത് അർഹിക്കുന്നുണ്ട്. സംഘപരിവാരത്തോട് 100% എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന, സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഗവർണർ അർഹിക്കുന്നുണ്ട്. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് പറയാൻ, ഒളിയും മറയുമില്ലാതെ പറയാൻ, മടിയിൽ കനമില്ലാതെ പറയാൻ ഉള്ള ആർജവം കേരള സർക്കാർ കാണിക്കണം. അങ്ങനെ സർക്കാർ കാണിച്ചാൽ ആ ആവശ്യത്തോടൊപ്പം യൂത്ത് കോൺഗ്രസ് ഉണ്ട്. രാഹുൽ, എന്താകും ഗവർണർ ഇങ്ങനെയൊരു പ്രതികരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക? ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം അങ്ങേയറ്റം മീഡിയ അറ്റൻഷൻ സീക്കറാണ്. അദ്ദേഹം ഒരു മീഡിയ മാനിയാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മാധ്യമങ്ങളുടെ നിരന്തരമായ തലക്കെട്ടിൽ നിറയാൻ അദ്ദേഹം ഏത് തരത്തിലുള്ള അല്പത്തരവും കാണിക്കും. ആരിഫ് മുഹമ്മദ് ഖാന് കാണിക്കാം. 7-8 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി സ്വന്തമായി ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി അത് കാണിക്കാം. പക്ഷേ ഗവർണർ പോലെ ഔന്നിത്യമുള്ളൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് അത് കാണിക്കുമ്പോൾ അത് നാടിന് അപമാനമാണ്, ജനാധിപത്യത്തിന് അപമാനമാണ്, കേരളത്തിന്, മലയാളികൾക്ക് അപമാനമാണ്. ഈ അപമാനം കേരളത്തിന് സമ്മാനിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണം. സുവ്യക്തമായ നിലപാടാണ്. രാഹുൽ, ഇവിടെ ഗവർണർ പറയുന്നത് തനിക്ക് നേരെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ്. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ ഗവർണർ ചെയ്യുന്നതും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങുകയല്ലേ ചെയ്തത്. അതിനുകൂടി അദ്ദേഹം മറുപടി പറയണ്ടേ? സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗവർണർ എത്രയോ നേതാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അധികാരങ്ങളെ പറ്റി ധാരണയില്ലാത്ത, ബോധവാനല്ലാത്തൊരു വ്യക്തിയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ആ വിഷയത്തെ പറ്റി ഗൗരവതരമായ അന്വേഷണത്തിന് സ്വമേധയാ ഉത്തരവിടാൻ അവകാശമുള്ളൊരു പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ. അങ്ങനെ ഒരാൾ നേരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിപ്പോവുക, ഇമാതിരി ഷോയൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ, നിങ്ങളുടെ തലക്കെട്ടുകൾ നിറയാനാണ്. നാളെ മുതൽ ഇയാൾ കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾക്ക് നേരെ നിങ്ങൾ ക്യാമറ കണ്ണുകൾ കാണിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ അദ്ദേഹത്തിന്റെ ഈ അസ്വസ്ഥതകൾക്കുള്ളൂ. രാഹുൽ, ഏറെ നാളായി ഗവർണർ സർക്കാർ പോര് തുടരുന്നത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും, റിപ്പബ്ലിക് ദിനത്തിൽ പോലും ഗവർണർ മുഖ്യമന്ത്രിയെ മുഖാമുഖം കണ്ടപ്പോൾ ഒന്ന് ചിരിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു അതൃപ്തി കൂടി ഗവർണർ പ്രകടിപ്പിക്കുകയാണോ ഇവിടെ? അവർ തമ്മിൽ നമുക്കിടയിൽ ചിരിക്കാതിരിക്കുകയും ഒളിവിൽ ഇരുന്ന് നന്നായി ചിരിക്കുകയും ചെയ്യുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇവർ തമ്മിലുള്ള വഴക്കുകൊണ്ട് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർ കൊണ്ടുപോയി എന്നല്ലാതെ നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ തർക്കം കുറെ നമ്മൾ ഐക്യപ്പെട്ടിട്ടുള്ളതാണല്ലോ കേരള സർക്കാരോട്. അപ്പോഴൊക്കെ കേരള സർക്കാർ കേരളീയ പൊതുസമൂഹത്തെ വഞ്ചിച്ചിട്ടില്ലേ? ജ്യോതിലാലിനെ മാറ്റരുത്, ജ്യോതിലാലിനെ മാറ്റണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ എല്ലാവരും പിന്തുണ കൊടുത്തതല്ലേ? ഒരു കാരണവശാലും മാറ്റരുതെന്ന് പറഞ്ഞപ്പോൾ അയാളെ മാറ്റി അയാളുടെ തലയറുത്ത് ഗവർണർക്ക് തങ്ക തളികയിലാക്കി കൊടുത്ത ആളുകളല്ലേ ഈ സർക്കാർ. ഹരി അസ്കർത്തയുടെ നിയമനം നടത്തരുത് എന്ന് നമ്മൾ പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, കേരളം പറഞ്ഞു. ആ സമയത്ത് സംഘപരിവാറുകാരെ ഹരി അസ്കർത്തയെ ഗവർണറുടെ രാജ്ഭവനകത്ത് നിയമിച്ചു കൊടുത്ത സർക്കാരല്ലേ ഈ സർക്കാർ. അപ്പൊ അതുകൊണ്ട് തിരിച്ച് VC-യെ നിയമിക്കരുത് എന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോൾ നിയമിച്ചു കൊടുക്കുന്ന തമ്മിലുള്ള ബന്ധം അവർ തമ്മിൽ ഒളിവിലിരുന്ന് ഒരുപാട് ചിരിക്കാറുണ്ട്. അതുകൊണ്ട് അവർ